എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം മതവും മതാചാരങ്ങളും ഉണ്ട്. അവിശ്വാസികളായ ലോകത്തിൽ ആരുമില്ല. വിശ്വാസമില്ല ആർക്കും ഈ ലോകത്ത് ജീവിക്കാനും സാധിക്കില്ല. മതത്തിൽ വിശ്വസിക്കുകയും അത് അനുശാസിക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് മനുഷ്യനും അവൻ്റെ സമൂഹത്തിനും ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അങ്ങനെയൊരു വിശേഷ ദിവസമാണ് വിഷു. വിഷുപ്പുലരിയിൽ ഉറക്കമുണർന്ന് ആദ്യം കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് വിഷുക്കണിയാണ്. കത്തിച്ചുവെച്ച വിളക്കിൻ്റെ ശോഭയിൽ ഭഗവാന്റെ അലങ്കരിച്ച വിഗ്രഹവും കൊന്നപ്പൂക്കളും പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കസവ് വസ്ത്രങ്ങളും സ്വർണവും കണ്ണാടിയിലൂടെ സ്വന്തം പ്രതിച്ഛായമാണ് കാണുന്നത്. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിൻ്റെ സന്ദേശമാണ് വിഷുക്കണി നമുക്ക് നൽകുന്നത്. മനുഷ്യൻ പ്രകൃതിയുമായി ഹൃദയബന്ധം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായി അവൻ ഈശ്വരനുമായി അല്ലെങ്കിൽ ഏകമായ പ്രകൃതി ശക്തിയുമായി ബന്ധമുണ്ടാകും. ആ ബന്ധം എല്ലാത്തിലും ആത്മാവിനെ ദർശിക്കാൻ സഹായിക്കുന്നു. അതിൽ നിന്ന് സന്തോഷവും സംതൃപ്തിയും ജനിക്കുന്നു. എല്ലാത്തിലും ശുദ്ധം ദർശിക്കാൻ കഴിയുന്നു. അജ്ഞാനാന്ധകാരത്തിൽ ഉണരുമ്പോൾ അന്തർനേത്രങ്ങൾ തുറക്കുന്നു. ആ കണ്ണിലൂടെ നോക്കുമ്പോൾ പ്രകൃതിയുടെ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന നന്മയും ഈശ്വരൻ്റെ വൈഭവവും സൗന്ദര്യവും സാന്നിധ്യവുമാണ് എല്ലാത്തിലും ദർശിക്കാൻ കഴിയുന്നത്. കണ്ണം തന്നെ മറക്കുന്നില്ല. അവിടെ ആനന്ദമേ ഉള്ളൂ, അവിടെ വ്യക്തിയില്ല. നൃത്തവും നർത്തകനും രണ്ടല്ലാത്തതുപോലെ. നമ്മൾ മഷി കൊണ്ടാണ് എഴുതുന്നത്. മഷിയാണ് അക്ഷരമായി മാറുന്നത്. അക്ഷരവും മഷിയും രണ്ടല്ല. പക്ഷേ അക്ഷരം എന്നല്ലേ പറയത്തുള്ളൂ, മഷി എന്ന് പറയത്തില്ലല്ലോ. ഒരു എഴുത്തുകാരൻ എഴുതുന്ന സമയത്ത് ഒരു കവിത എഴുതുമ്പോഴോ പരിസരം മറക്കുന്നുണ്ടല്ലോ. നമ്മൾ പ്രകൃതിയെ നോക്കുമ്പോൾ അങ്ങനെ തന്നെ അതിൽ കാണുകയാണ്. അവിടെ ഒരു താനില്ല, പ്രകൃതി ഉള്ളൂ എന്നുള്ള പോലെ. അപ്പോൾ കാണുന്നതും കാണപ്പെടുന്നതും തമ്മിൽ അവിടെ ഒരു വ്യത്യാസം തോന്നാറില്ല. അതായിത്തീരും നാം നമ്മോട് തന്നെയും പ്രകൃതിയോടും ഈശ്വരനോടും ഹൃദയബന്ധം സ്ഥാപിക്കുമ്പോഴാണ് നാം നാമായി മാറുന്നതും ഉത്കൃഷ്ടതയിലേക്ക് ഉയരുന്നത്. ഇതാണ് മതവിശ്വാസത്തിലൂടെയും മതാചാരങ്ങളിലൂടെയും വിശേഷ ദിവസങ്ങൾ ആചരിക്കുന്നതിലൂടെയും നമ്മൾ കൈവരിക്കേണ്ടത്. വിഷുവും വിഷ്ണു തത്വവും ഒന്നാണ്. സകലചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് വിഷ്ണു ശബ്ദം സൂചിപ്പിക്കുന്നത്. അതുപോലെ വിഷുവും സകലനും ഉണ്മയായി, നന്മയായി, സൗന്ദര്യമായി, ശിവമായി കുടികൊള്ളുന്ന ഈശ്വരതത്വത്തിൻ്റെ പ്രതീകമാണ്. ഒരു വൃക്ഷത്തിന് വേരുകളും തടികളും ശാഖകളും ഇലകളും പൂക്കളും കായ്കനികളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ആ വൃക്ഷത്തിൻ്റെ പ്രധാന ഭാഗം അല്ലെങ്കിൽ ജീവൻ്റെ സത്ത വേരുകളാണ്. ആ സത്തയുടെ അംശങ്ങളാണ് വൃക്ഷത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പ്രകാശിച്ച് കാണുന്നത്. അതുപോലെ മതം അല്ലെങ്കിൽ ആധ്യാത്മികത എല്ലാത്തിൻ്റെയും അന്തസത്തയാണ്. അതിൻ്റെ പലതരത്തിലുള്ള പ്രകാശമാണ് മതാചാരങ്ങൾ. മതമില്ലെങ്കിൽ മതാചാരങ്ങൾ യാതൊരു പ്രാധാന്യവുമില്ല. ഒരു വൃക്ഷം കാണുമ്പോൾ അതിൻ്റെ ആത്മസത്തയായ വേരിനെ നമ്മൾ മറക്കരുത്. ഒരു വൃക്ഷത്തിൻ്റെ താങ്ങും തണലുമായിരിക്കുന്ന തൻ്റെ കാതലായിരിക്കുന്ന വേരുകളാണ്. വേരില്ലെങ്കിൽ വൃക്ഷമില്ല. ഈശ്വരനാണ് പ്രപഞ്ചത്തിൻ്റെ വേര്. ആ ശക്തിയില്ലെങ്കിൽ മനുഷ്യനും പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളുമില്ല. തായ്മരത്തിൻ്റെ ശാഖകളുടെയും ഇലകളുടെയും പൂക്കളുടെയും ധർമ്മം പലതാണെങ്കിലും വൃക്ഷം ഏകത്വമാണ്. അതിൻ്റെ പ്രവർത്തനത്തിൽ ഒരുമ ദർശിക്കാൻ കഴിയും. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരന്മാരും മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ടാകും. അവരുടെ ഓരോരുത്തരുടെയും ധർമ്മത്തിലും കർമ്മത്തിലും നാനാത്വം ഉണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനം ഏകത്വമാണ്. അവരുടെ ആശയങ്ങളും ചിന്തയും അവരുടെ കർമ്മമണ്ഡലങ്ങളും വേറെ വേറെ ആണെങ്കിലും കുടുംബത്തിൻ്റെ വളർച്ച, കുടുംബത്തിൻ്റെ നന്മ എന്ന പൊതുവായ ലക്ഷ്യം അവർക്കെല്ലാം ഉണ്ടാകും. ഇതുപോലാണ് മതവും മതാചാരങ്ങളും ഈശ്വരതത്വവും ലോകവും. മനുഷ്യൻ്റെ മനസ്സിലും ചിന്താഗതിയിലും
വീക്ഷണത്തിലും പ്രവൃത്തിയിലും പരിവർത്തനം ഉണ്ടാകണം. എല്ലാത്തിലും ഏകത്വം ദർശിക്കാൻ നമുക്ക് പഠിക്കണം. ആത്മാവുമായും പ്രകൃതിയുമായും ഈശ്വരനുമായും സുഖം ചേർന്ന് ജീവിക്കണം. എങ്കിലേ സുഖവും ശാന്തിയും ഉണ്ടാവും. ഇതാണ് വിഷു നൽകുന്ന പ്രധാന സന്ദേശം.